റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനൊരു നാൾ വരും, ആ കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് അൽ ഖായിമു ബിസ്സുന്ന, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവൻ, ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? കൽ ഖാബിദി അലൽ ജംറ, ഒരു തീക്കനൽ ഉള്ളം കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. ഒന്ന് ആ ഹദീസും ഇപ്പം നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര വളരെ വ്യക്തമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഉള്ളം കയ്യിൽ ഒരു തീക്കനൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. ഓൻ ഒരിക്കലും എന്തില്ല, സമാധാനത്തോടെ നിൽക്കുമോ? ഒരു വലിയ തീക്കനൽ കൈമ പിടിച്ചിങ്ങനെ നിൽക്കുമോ? ഭയങ്കര അസ്വസ്ഥനായിരിക്കും, പ്രയാസമായിരിക്കും. ഒരു സ്ഥലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ ഓൻ തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാനിനി അങ്ങോട്ട് സുന്നത്തനുസരിച്ച് മാത്രമേ ജീവിക്കൂ. ഈ നാട്ടിൽ കാണുന്ന ഒരാഭാസത്തരങ്ങൾക്കും ഞാൻ ഉണ്ടാവില്ല. എൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരെതിർത്താലും ആരെന്ത് പറഞ്ഞാലും ഇനി എൻ്റെ ജീവിതം സുന്നത്തനുസരിച്ചാണ്, അള്ളാൻ്റെ ദീനനുസരിച്ചാണ്. അത് തീരുമാനിച്ച ഒരാളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേപോലെ അല്ലേ ആദ്യം കുടുംബക്കാർ എന്തെങ്കിലും താടി നീട്ടി വളർത്തും. ഇപ്പോൾ സുന്നത്തനുസരിച്ച് ജീവിക്കാന്ന് പറയുന്നതാ, ബാഹ്യമായി കാണുന്ന രൂപത്തിൽ സുന്നത്തിൻ്റെ അള്ളാൻ്റെ ഷിആറുകളാണ്. താടി നീട്ടി വളർത്താൻ തുടങ്ങും. ഭാര്യ ഇതെന്താ നിങ്ങൾക്ക് ബാർബർ ഷോപ്പൊന്നും ഇല്ലേ, പൈസ ഇല്ലേ, എനിക്ക് കൂടെ കിടക്കാൻ എന്തൊരു അസ്വസ്ഥത, ഇത് വെട്ടണം. മക്കളാണെങ്കിൽ ഉമ്മ ഇതെന്താ ഇപ്പോഴും ചെറിയ പ്രായത്തിലെ വലിയ താടിയിലും വെച്ച് വലിയ ആൾക്കാരെ പോലെ. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. ഓനിക്ക് വീട്ടിലും സമാധാനം ഉണ്ടാവില്ല. ഇനി സ്കൂളിൽ പോയാലോ കുട്ടികൾ അതിൻ്റെ അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾ അതിൻ്റെ അപ്പുറം ആടെയും സമാധാനം ഉണ്ടാവില്ല. ഏതുപോലെ തീക്കാനിൽ പിടിച്ച് ഇരിക്കുന്ന പോലെയാണ്, അവിടെ നിൽക്കാൻ കഴിയില്ല. വീട്ടിൽ വന്നാൽ ഉമ്മ, പെങ്ങന്മാർ, ഭാര്യമാർ. ടൗണിൽ പോയാലോ അടുത്ത ആൾക്കാർ ഇതെന്താ കത്രി കെട്ടിയിട്ടില്ലേ, ബാർബർ ഷോപ്പ് തുറന്നിട്ടില്ലേ. അതാണ് കൽ ഖാബിദി അലൽ ജംറ, തീക്കനൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെ. ഒരു പെണ്ണ് തീരുമാനിക്കണം, ഞാനിനി അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു, സുന്നത്തനുസരിച്ച്. ഏതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭക്തിമാർ ജീവിച്ചതുപോലെ, സഹാബി വനിതകൾ ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. വേണ്ട വസ്ത്രമൊക്കെ മാറ്റി നല്ല ലൂസായ പർദ്ദയൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് ഒരു സൈഡിൽ ആരും കാണാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്താ പുതിയൊരു ഭൂതം, എന്താ ഇപ്പോൾ ചെറുപ്പത്തിലേ ഇതൊക്കെ കെട്ടിയില്ല ഉമ്മമാനെപ്പോലെ നടക്കുന്നത് ചോദിക്കൂലേ? ഇതൊക്കെ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യമാണ്. അതാണ് കൽ ഖാബിദി അലൽ ജംറ. ആ പെണ്ണ് ആ കോലത്ത് സ്കൂളിൽ പോയാലോ ഒരു സെക്കൻഡ് സമാധാനത്തോടെ ഇരിക്കാൻ വിടുമോ? ഇല്ല. ഒരു ഫംഗ്ഷൻ, വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടുന്ന കല്യാണം, അവിടെ പോയാലോ ആ പെണ്ണിനും സമാധാനം ഉണ്ടാവില്ല, പെണ്ണിൻ്റെ ഉമ്മാക്കും സമാധാനം ഉണ്ടാവില്ല. അതാണ് സഹോദരന്മാർ ഈ കാലഘട്ടം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാലഘട്ടം, നമ്മുടെ കാലഘട്ടം. ഏത്? അൽ ഖായിമു അല സുന്ന, സുന്നത്തനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഓനെ ആരെപ്പോലെയാണ്? കൽ ഖാബിദി അലൽ ജംറ, തീക്കനൽ പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്. ഒന്ന് ആലോചിച്ചേക്കാം, നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാം ഏത് മേഖല എടുത്താലും ഈ രീതിയിലാണ് സമൂഹം പരിഹസിക്കുക. തൗഹീദിൻ്റെ മേഖല എടുത്തോ, ഈ കാണുന്ന അനാചാരങ്ങളും ഈ തോന്നിവാസങ്ങൾക്കെതിരെ ഒരാൾ സംസാരിച്ചു, അവൻ ആദ്യം നാട്ടിൽ നിന്നും മാറ്റപ്പെടും. ആൾക്കാർ അവനെ പരിഗണിക്കാത്ത അവസ്ഥ, അവനടുത്ത് സംസാരിക്കൂല, അവനെ കണ്ടാലോ എന്തോ ഒരു ദേഷ്യം പിടിച്ചൊരു നോട്ടം നോക്കിയിട്ട് നടക്കും, സലാം അടക്കൂല. അവൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിവാഹം അന്വേഷിച്ച് വന്നാൽ കല്യാണം മുടക്കും. അവൻ്റെ കച്ചവടത്തിന് ആരെങ്കിലും വില പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇടപെടും. നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവനെ സമ്മതിക്കൂല. സഹോദരന്മാരെ, ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ നന്മ നിറഞ്ഞ ആൾക്കാരും, ഖുർആനും ഹദീസിലും പറഞ്ഞ നന്മ നിറഞ്ഞ ആൾക്കാരുടെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ ശക്തമായ രീതിയിലായിരിക്കും പ്രയാസങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ക്ഷമിക്കുക. നമുക്ക് മുമ്പിലും നമ്മുടെ മുമ്പിലും മാതൃകകളുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കെന്തില്ല? നിരാശയില്ല.